ഹലോ ഗായ്സ്, ഇറ്റ്സ് മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകമെന്ന് വെച്ചാൽ ഹിരോഷിമ ഡേക്ക് വേണ്ടി നമുക്കൊരു സൊഡാക്കോക്കിന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഡെൽറ്റ എടുക്കാം. ഇവിടെ കേൾക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല കേസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ എടുക്കാം. ആദ്യം തന്നെ A4 ഷീറ്റിൻ്റെ വലുപ്പത്തിലുള്ള കളർ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. നല്ലോണം പ്രസ് ചെയ്യണം. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ഇനി ഇപ്പത്തെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ സ്ലോയിലാണ് ആക്കുന്നത്. ഇതാക്കാൻ കുറച്ച് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ സ്ലോയിലാക്കുന്നത്. ഈ ബാലൻസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇപ്പം മടക്കിയ പോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും മടക്കി കൊടുക്കാം. അന്നേരം ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇനി നേരെ തിരിച്ചിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കാം. ഇപ്പുറത്തെ സൈഡോട്ടാണ് റെക്റ്റാങ്കിൾ മടക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് റെക്റ്റാങ്കിൾ മടക്കി കൊടുക്കാം. എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഭാഗം രണ്ട് സൈഡ് ട്രയാങ്കിളും മറ്റേ ഭാഗം രണ്ട് സൈഡ് റെക്റ്റാങ്കിളും വരക്കാം. ഇനി നമുക്ക് ഈ രണ്ട് കോർണർ പിടിച്ച് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ വെക്കാം. ഇനി ഓപ്പണുള്ള ഭാഗം ഒരു ഭാഗം മടക്കും, ഒരു ഭാഗം ഓപ്പൺ ഉണ്ടാവും. ഈ ഓപ്പണുള്ള ഭാഗത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കാം. നമ്മൾ ആ വര ഉണ്ടാവില്ലേ, ആ വരക്ക് കണക്കായിട്ട് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ഇത് മറിച്ച് വെച്ച് ഇപ്പുറത്തെ സൈഡും കൂടി അതേപോലെ മടക്കി കൊടുക്കാം. ഇനി എവിടെയും മടക്കി കൊടുക്കാം. ഇനി ഈ താഴെഭാഗം ഇതിന് കണക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും മടക്കാം. ഇനി ഇപ്പം മടക്കിയതെല്ലാം ഓപ്പൺ ചെയ്യാം. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതിനാടെ ഒരു മടക്കുണ്ടാവും. ആ മടക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ആ മടക്കിയതുപോലെ തന്നെ ഉണ്ടാവണോ, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി നല്ലോണം പ്രസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് എടുക്കാം. എന്നിട്ട് ഇത് തുറന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കാം. ഇതിൻ്റെയും മടക്ക് നിവറാൻ പറ്റൂല. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇനി ഇവിടുന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ താഴോട്ട് മടക്കിയിട്ട് പ്രസ് ചെയ്യാം. ഇനി ആ നീളമുള്ളത് ഇങ്ങനെ വിടർത്താം. എന്നിട്ട് താഴോട്ട് മടക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പം നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ രണ്ട് ഭാഗത്തുനിന്നും പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കൊക്ക് പോലാക്കി കൊടുക്കാം. ഇതൊന്ന് ചിറക് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും മടക്കണം. ആ മുകളിൽ കുറച്ച് ബാലൻസ് വരണം. അപ്പം ഇതേ ടൈപ്പിൽ നമ്മൾ രണ്ടെണ്ണം കൂടി ആക്കിയിട്ടുണ്ട്. വൈറ്റ് നമ്മുടെ ബോണ്ട് പേപ്പർ തന്നെയാണ്. ഇനി നമുക്കിത് ഓരോന്നിനും രണ്ട് കണ്ണ് വരച്ചു കൊടുക്കാം. അങ്ങനെ കണ്ണും കൂടി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കാണുമ്പം കുറച്ച് പണിയായി തോന്നും, പക്ഷെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പം ഇന്നത്തെ എടുത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തിടെ കാണാം. ബൈ.